പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്? ലോകം പലപ്പോഴും ആശ്വാസത്തിലെത്തുന്നു, പിന്നെയും ആശ്ചര്യമായ വാർത്തകൾ വരുന്നു, പിന്നെയും സങ്കടത്തിലെത്തുന്നു. ഇത്തരത്തിൽ വിവിധ തലങ്ങളിലൂടെയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഹോർമൂസിലെ സംഘർഷാവസ്ഥ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നു, ഹോർമുസ് എല്ലാ കപ്പലുകൾക്കും, സൈനിക കപ്പലുകൾ ഒഴികെ മുഴുവൻ കപ്പലുകൾക്കും തുറന്നിരിക്കുന്നു എന്ന്. എന്നാൽ അതിനുശേഷം ട്രംപ് പറയുന്നു, ഇവിടെ ഇറാന്റെ പോർട്ടുകൾക്ക് മേലുള്ള, ഇറാനിയൻ ഷിപ്പുകൾക്ക് മേലുള്ള ഉപരോധം തുടരുകയും പൂർണ്ണമായും ഇറാൻ ഒരു എഗ്രിമെന്റിൽ എത്തുന്നതുവരെ അത് ഞങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യും എന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് വരുന്നു. അതിനുശേഷം IRGC പറയുന്നു, വീണ്ടും ഞങ്ങൾ ഹോർമുസ് അടച്ചിരിക്കുന്നു, ഹോർമുസിന്റെ പൂർണ്ണ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു, ഇനി ഒരുവിധ കപ്പലുകൾക്കും അതുവഴി പോകാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അതുവഴി പോയ വിവിധ കപ്പലുകളെ IRGC ഗൺ ബോട്ടുകൾ ആക്രമിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ഇറാൻ പ്രതിനിധിയെ ഇന്ത്യ വിളിച്ചു വരുത്തുകയും ശാസിക്കുകയും ചെയ്തു. കാരണം ഇന്ത്യയുടെ ഒരു കപ്പലിനെ, ഇന്ത്യൻ പതാക വഹിച്ചുകൊണ്ടുള്ള ഒരു കപ്പലിനെ ഇറാനിയൻ IRGC ഗൺ ബോട്ടുകൾ ആക്രമിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് അതിന് പിന്നിലെ മറ്റൊരു വിഷയമെന്ന് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഒരു നാഗരികതയെ തന്നെ ഇല്ലാതാക്കി കളയുമെന്നും ആക്രമിക്കുമെന്നും കീഴ്പ്പെടുത്തുമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിക്കുമെന്നും ഒക്കെയുള്ള ഇത്തരത്തിലുള്ള വലിയ വലിയ ഭീഷണികൾ കേട്ടുകൊണ്ട് ഓരോ ദിവസവും ഉണരുവാനും ഉറങ്ങുവാനും നമുക്കിനി കഴിയില്ലെന്നും ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടതാണെന്നുമുള്ള അർത്ഥത്തിൽ ബ്രസീലിയൻ പ്രസിഡന്റ് അഭിപ്രായം നടത്തിയിരിക്കുന്നു. അങ്ങനെ തുടങ്ങി പ്രസിഡന്റ് ട്രംപ് ഒരു ക്രേസി ഗായി ആണെന്നും അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നും അമേരിക്കയിലെ തന്നെ ചില ഡോക്ടർമാരും പത്രങ്ങളും മാധ്യമങ്ങളും പോലും അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങൾ തൻ്റെ കയ്യിലാണെന്നും താൻ ലോക പോലീസാണെന്നും അവകാശപ്പെടുന്ന അമേരിക്കയും അമേരിക്കൻ പ്രസിഡന്റും ഇത്തരത്തിലൊരു മാനസികാവസ്ഥയിൽ എത്തിയാലുള്ള അവസ്ഥയാണ് പലപ്പോഴും ലോകത്ത് പോപ്പ് പറഞ്ഞതുപോലെ ചില ഭരണാധികാരികൾ അവർ ലോകത്ത് അസമാധാനം ഉണ്ടാക്കുന്നു, ലോകത്ത് ആക്രമണങ്ങൾ തുടരുന്നു എന്ന് പറഞ്ഞതുപോലെ ആ സംഭവങ്ങൾ ലോകത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം അശാന്തിയിലാണ്. ലോകത്ത് വലിയ എനർജി ഷോർട്ടേജ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ ആവശ്യമായ മുഴുവൻ വസ്തുക്കളും കടന്നു വരുന്ന ഹോർമൂസിൽ ഇരു രാജ്യങ്ങളും സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയും ആണ്. യുദ്ധത്തിന് മുമ്പ് തുറന്ന് പ്രവർത്തിച്ചിരുന്ന, ഒരു പ്രയാസവും കൂടാതെ പോയിക്കൊണ്ടിരുന്ന ഹോർമൂസ് കടലിടുക്കിന് വേണ്ടി ഇപ്പോൾ യുദ്ധം ചെയ്യേണ്ട അവസ്ഥയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ യുദ്ധത്തിന്റെ വെടിനിർത്തൽ, ദുർബലമായ ഒരു വെടിനിർത്തൽ കടന്നു വന്നതിന് ശേഷവും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഇറാനും അമേരിക്കയും വീണ്ടും ചർച്ചയ്ക്കിരിക്കുകയാണെന്നും അതുപോലെ ഇത്തരത്തിൽ രണ്ടാമതൊരു ചർച്ചയ്ക്കിരുന്ന് തീരുമാനമെടുത്ത് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്നും ഒക്കെയുള്ള വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ നോക്കുമ്പോൾ ടെഹ്റാന്റെയും വാഷിംഗ്ടണിന്റെയും ഇടക്ക് സംഘർഷങ്ങൾ മൂർച്ഛിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടെയെങ്കിലും സംഘർഷങ്ങൾ അഴവ് വരുന്ന സമയത്താണ് ഹോർമുസിൽ ഒരുപക്ഷെ സംഘർഷങ്ങൾ അഴിയുന്നതെന്നും സംഘട്ടനം വ്യാപിപ്പിക്കുന്ന സമയത്താണ്, ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ കൂടുന്ന സമയത്താണ് ഹോർമുസിൽ വീണ്ടും പ്രശ്നങ്ങൾ വ്യാപിക്കുന്നത് എന്നുമാണ് ലോകത്തെ ചില അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. അമേരിക്കയും ഇറാനും പാകിസ്ഥാനിൽ രണ്ടാമതൊന്ന് ഇരിക്കണമെങ്കിൽ തീർച്ചയായും ആദ്യം ഒരു ഫ്രെയിംവർക്ക് വേണമെന്നാണ് ഇരു വിഭാഗവും, അല്ലെങ്കിൽ ഇറാനിയൻ സൈഡ് പാകിസ്ഥാൻ മുഖേന കൃത്യമായി അവകാശപ്പെടുന്നത്. ഈ ഫ്രെയിംവർക്കിൽ തീർച്ചയായും അമേരിക്കയുടെ ഏക ഉദ്ദേശമെന്ന് പറയുന്നത്, അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും അമേരിക്കക്ക് കൈമാറുകയും ഇനി ഒരിക്കലും യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുകയോ ആണവായുധം ഉണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇറാൻ പറയുന്നത് സമ്പുഷ്ടീകരിച്ച യുറേനിയം എന്ന് പറയുന്നത് ഭൂമി പോലെ പവിത്രമാണെന്നും അതൊരിക്കലും ഒരു വ്യക്തിക്കും കൈമാറുന്ന സംഭവം നടക്കുകയില്ലെന്നുമാണ് ഇറാൻ തറപ്പിച്ചു പറയുന്നത്. മറ്റൊരു വിഷയം, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, മിസൈൽ സംവിധാനങ്ങൾ നിർത്തിവെക്കണം, ഇനി ഇത് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് ഞങ്ങളുടെ പ്രാദേശികമായ ആവശ്യമാണെന്നും
ഞങ്ങളുടെ രാജ്യത്തിൻ്റെ കരുത്താണെന്നും ഒരിക്കലും അത് നിർത്തുകയില്ലെന്നും ഇറാൻ തറപ്പിച്ചു പറയുന്നു. അതുപോലെ തന്നെ മേഖലയിലെ US ബേസുകൾ അമേരിക്ക ഒഴിഞ്ഞു പോകണമെന്നും ഒരു രീതിയിലും ഇറാന് ഭീഷണിയാകുന്ന അമേരിക്കയുടെ ഇത്തരം ബേസുകൾ മിഡിൽ ഈസ്റ്റിൽ പാടില്ലെന്നും ഇറാൻ തറപ്പിച്ചു പറയുന്നു. ഞങ്ങൾക്ക് യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ അമേരിക്ക നികത്തേണ്ടതുണ്ടെന്നും ഹോർമുസിന്റെ പൂർണ്ണ അവകാശം ഇറാന് നൽകണമെന്നും മറ്റുമൊക്കെയുള്ള വലിയ വലിയ ആവശ്യങ്ങൾ ഇറാനും മുന്നോട്ട് വെക്കുന്നു. ഇത്തരത്തിൽ രണ്ടാമതൊരു ഇരുത്തം പാകിസ്ഥാനിൽ ഇരുന്ന് സംസാരിക്കുന്നതിനുള്ള ഫ്രെയിംവർക്ക് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു രീതിയിലും ഫ്രെയിംവർക്കാകാൻ സാധ്യതയില്ല. അത്തരത്തിലുള്ള ഫ്രെയിംവർക്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഹോർമുസിൽ വീണ്ടും സംഘട്ടനങ്ങൾ വർദ്ധിച്ചു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫ്രെയിംവർക്ക്, അതായത് ഇറാൻ ഹോർമുസിലെ ഉപരോധങ്ങൾ ലബനാനിലെ സീസ്ഫയറിനെ ആസ്പദമാക്കി 10 ദിവസത്തേക്കാണെങ്കിലും നീക്കുകയാണെങ്കിൽ പോലും ഇറാൻ പൂർണ്ണമായും ഒരു അഗ്രിമെന്റിൽ എത്തുന്നത് വരെ ഞങ്ങൾ നീക്കുകയില്ല, ഉപരോധം തുടരുമെന്ന് അമേരിക്ക പറയുന്നതിന് കാരണം ഇറാൻ ആദ്യം ഒരു ഫ്രെയിംവർക്കിൽ എത്തണമെങ്കിൽ ഇത്തരത്തിൽ ഇറാനിയൻ കപ്പലുകൾക്കും പോർട്ടുകൾക്കും നേരെയുള്ള ഉപരോധം തുടരണമെന്നാണെന്ന് ട്രംപ് വിചാരിച്ചു. പക്ഷേ ഇത്തരത്തിൽ തന്നെ പോകുകയാണെങ്കിൽ ഹോർമുസ് മാത്രമല്ല, ഞങ്ങൾ ചെങ്കടലും ഉപരോധം കൊണ്ടുവരും എന്ന് ഇറാൻ വളരെ വലിയ ഭീഷണികൾ മുഴക്കുകയാണ്. ഇറാനിയൻ ജനങ്ങൾ പ്രോ ഗവൺമെന്റ് റാലികളുമായി ഗവൺമെന്റിനെ അതിശക്തമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഞങ്ങളാണ് വിജയിച്ചു നിൽക്കുന്നതെന്നും ഞങ്ങളുടെ മേൽ ഒരു വിജയവും അമേരിക്കക്കും ഇസ്രയേലിനും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും, കാരണം അവരുടെ യുദ്ധലക്ഷ്യമായ റിജീം ചേഞ്ചോ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളെ നശിപ്പിക്കുകയോ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തലാക്കുവാനുള്ള അതിനെ നശിപ്പിക്കുവാനുള്ള അവരുടെ പദ്ധതിയോ ഒന്നും നടന്നിട്ടില്ലെന്നും ഞങ്ങൾക്ക് മേൽ ഒരു വിജയവും അവർ നേടിയിട്ടില്ല, പകരം ശാന്തിയോടെയും സമാധാനത്തോടെയും പോയിരുന്ന ഹോർമുസ് കടലിടുക്ക് ഞങ്ങൾ കൈവശപ്പെടുത്തിയെന്ന് മാത്രമല്ല, ലോകശക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ നാറ്റോ രാജ്യങ്ങളുടെയും ലോകരാജ്യങ്ങളുടെയും സഹായം തേടുകയും ഞങ്ങളോട് യുദ്ധം ചെയ്യുവാൻ യൂറോപ്യൻ പാശ്ചാത്യ ശക്തികൾ പോലും മടിച്ചു നിൽക്കുകയും അമേരിക്കയും ഇസ്രയേലും ഒറ്റപ്പെട്ടു നിൽക്കുകയും അവർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വെടിനിർത്തലിലേക്ക് എത്തുകയും ചെയ്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ അമേരിക്കക്കും ഇസ്രയേലിനും മുകളിൽ ഞങ്ങൾ തന്നെയാണ് വിജയിച്ചു നിൽക്കുന്നതെന്നും മേൽക്കൊയ്മ എപ്പോഴും ഞങ്ങൾക്ക് മാത്രമായിരിക്കണമെന്നും ഇറാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഇറാൻ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ പറയുന്നു, ഏത് സമയത്തും തീർച്ചയായും അതിശക്തമായ യുദ്ധത്തിന്, ഒരു ദീർഘയുദ്ധത്തിന് ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണെന്നും ശത്രുവിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇറാൻ വളരെ ശക്തമായി വ്യക്തവുമായി തവണകളായി പറയുകയും ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് വരുത്തിവെച്ച വലിയ വിനാശകരമായ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം എത്രയും പെട്ടെന്നൊന്നും ട്രംപ് പറയുന്നത് പോലെയോ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ വേണ്ടി നാളെ നിൽക്കും മറ്റന്നാൾ നിൽക്കും ഞങ്ങളിതാ സംസാരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു വസ്തുതയുമില്ലെന്നും ഇറാൻ അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് വരെ, അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറുന്നത് വരെ ശക്തമായി പോരാടും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ഇന്നോ നാളെയോ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല, ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചക്കും ഇറാൻ തയ്യാറല്ല എന്നു തന്നെ വേണം നമ്മൾ ഇതിലൊക്കെ മനസ്സിലാക്കാൻ. അതിൻ്റെ ഇടക്ക് ലബനീസ് ഇസ്രയേൽ സീസ്ഫയർ നിലവിൽ വന്നത് മുതൽ ലബനാനിലേക്ക് ഇസ്രയേൽ ആക്രമിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു, പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് നടത്തിയ കമന്റിൽ ഇസ്രയേലി ജനതയും ഇസ്രയേലി ഭരണകൂടവും ഞെട്ടി വിറച്ചുപോയി എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇസ്രയേലിന് അത്തരത്തിൽ ഒരു ഉപരോധവും ആർക്കും കൊണ്ടുവരാൻ കഴിയില്ലെന്നും ഇസ്രയേലിന് ആവശ്യമാണെങ്കിൽ ലെബനാനിലേക്ക് ആക്രമിക്കുമെന്നും ഇസ്രയേൽ പ്രഖ്യാപിക്കുകയും സീസ്ഫയർ നിലവിൽ വന്നതിന് ശേഷം ഇക്കഴിഞ്ഞ ദിവസം ലെബനാനിലേക്ക് ഇസ്രയേൽ വീണ്ടും ബോംബാക്രമണം നടത്തി. ഹിസ്ബുള്ള മാത്രമുള്ള ഏരിയയിലാണ് ഞങ്ങൾ ബോംബാക്രമണം നടത്തിയത് എന്ന് IDF അവകാശപ്പെട്ടുകൊണ്ട് ട്രംപിന്റെ ആ വാദത്തെ പൊളിക്കുകയുമായിരുന്നു. ഈ ഒരു സീസ്ഫയർ, ലെബനാൻ ഇസ്രയേൽ തമ്മിലുള്ള സീസ്ഫയർ നിലവിൽ വരുന്നത് ഇസ്രയേലി പ്രതിരോധ മന്ത്രി അറിയുന്നത് പത്രങ്ങളിലൂടെയാണെന്നും ഇത്തരത്തിൽ ഇസ്രയേലിന്റെ അവകാശങ്ങൾക്ക് മേലൊരു വലിയ കമന്റ് ട്രംപ് നടത്തിയത് നെതന്യാഹുവിനെ പോലും ഞെട്ടിച്ചു കളഞ്ഞു എന്നുമുള്ളതാണ്. കാരണം വെടിനിർത്തലിനെ ഒരു രീതിയിലും ഗസയിലും ലബനാനിലും ഒരിക്കലും പൂർണ്ണമായും അംഗീകരിക്കാത്ത,
ആ അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തുന്ന ഇസ്രയേലിൻ്റെ മേൽ ഇത്തരത്തിൽ പ്രൊഹിബിറ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് വന്നാൽ പോലും ഞങ്ങൾ ആക്രമിക്കും, അമേരിക്ക ഫസ്റ്റ് അല്ല, ഇറാനികൾ പറഞ്ഞതുപോലെ ഇസ്രയേൽ ഫസ്റ്റ് ആണ് എന്ന്, ഞങ്ങൾ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുക എന്ന് ഒരിക്കൽ കൂടി ഇസ്രയേൽ തെളിയിച്ചിരിക്കുകയാണ്. എനിമികൾ ഇറാന്റെ മുന്നിൽ മാത്രമല്ല, സഖ്യരാജ്യമായ സഖ്യകക്ഷികളായ ഇസ്രയേലിൻ്റെ മുന്നിൽ പോലും, ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ മുന്നിൽ പോലും ട്രംപ് ലജ്ജാകരമായി നിൽക്കുവാനേ ട്രംപിന് കഴിയുന്നുള്ളൂ എന്നതാണ് ഈ ഒരു സംഭവവികാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. വരും ദിവസങ്ങളിൽ ഹോർമുസിൽ എന്ത് സംഭവിക്കുമെന്നും ഉടനടി അമേരിക്കൻ ഇറാൻ ചർച്ചകൾ ഉണ്ടാകുമോ എന്നുള്ളതുമൊക്കെ നോക്കിക്കാണുക തന്നെ വേണം. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.